ഫോമോ, നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ വാക്ക്? അതായത് ഇന്നത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ സമാധാനം കളയുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് അവരെ പ്രശ്നത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഫോമോ എന്ന് പറയുന്നത്. ഫോം എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന 90% ആളുകൾക്കും ഈ ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മളൊന്ന് ഇൻസ്റ്റഗ്രാം റീൽസ് ഒന്ന് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു, ഇൻസ്റ്റഗ്രാം ഫീഡ്സ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്നു. ആ സമയത്താണ് കാണുന്നത് നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന മറ്റാരെങ്കിലും ഒക്കെ അവർ വലിയ വലിയ അച്ചീവ്മെന്റ് നേടുന്നു. അതായത് ഒന്നുകിൽ വലിയ വലിയ കുറെ ഫോളോവേഴ്സിനെ നേടുന്നു അവർ ഇൻസ്റ്റഗ്രാമിൽ, അല്ലെങ്കിൽ അവരൊരു കാർ മേടിക്കുന്നു, അല്ലെങ്കിൽ അവരൊരു വേൾഡ് ട്രിപ്പ് പോകുന്നു, ഇന്റർനാഷണൽ ട്രിപ്പുകൾ പോകുന്നു. ഇങ്ങനെയുള്ള കുറെ ഫീഡുകൾ കാണുമ്പോൾ ചില ആളുകളുടെ ഉള്ളിൽ വരുന്നൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്. അതായത് ഞാൻ എവിടെയും എത്തിപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർ അവരത്രയും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അവരുള്ള ഈ ഒരു പ്രശ്നം എന്ന നിലവിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന 90% ആളുകൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. 2013 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട്, ഒരുപാട് ആളുകളിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കണക്ക് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ലളിതമായിട്ട് പറഞ്ഞാൽ, മറ്റുള്ള ആളുകളൊക്കെ എന്തെല്ലാം നേടുന്നുണ്ട്, പക്ഷെ ഞാനിപ്പോഴും ഒന്നും ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാനിപ്പോഴും എവിടെയോ സ്റ്റക്കായി നിൽക്കുന്നു, എനിക്ക് ഈ ഒന്നിനും കഴിയുന്നില്ല എന്നുള്ള ഒരു തോന്നല് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കുണ്ട്. ഇവിടെയാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളും പറ്റിക്കപ്പെടുന്നത്. അതായത് നമ്മൾ കാണുന്ന മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീൽസ്, അതായത് അവരുടെ സക്സസ്ഫുൾ റീൽസ് അല്ലെങ്കിൽ അവരുടെ സക്സസ്ഫുൾ സ്റ്റോറീസ് അവർ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഷെയർ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ അത് കമ്പയർ ചെയ്യുന്നത് നമ്മുടെ എൻ്റെ ലൈഫായിട്ടാണ്. അതായത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, നമ്മുടെ മടി, നമ്മുടെ മറ്റു പ്രശ്നങ്ങൾ എൻ്റെ ലൈഫായിട്ടാണ് നമ്മൾ ഈ ഒരു റീലിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതൽ ആളുകൾക്ക് ഈ ഫോമോ എന്നുള്ള ഈ ഒരു പ്രശ്നം ഇന്ന് നിലവിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഗവേഷണങ്ങൾ പറയുന്നത് ഇത്തരത്തിലുള്ള താരതമ്യങ്ങൾ നമ്മുടെ തലച്ചോറിലെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയോ തന്മൂലം നമുക്ക് വിഷാദവും ഉത്കണ്ഠയും അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, ഇങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുടെ പുറകെ നമുക്ക് വരും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ സജീവമായിട്ട് ഉണ്ടാകുന്ന ആളുകൾക്ക് സ്വയം ലൈഫിൽ സംതൃപ്തരല്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇത് വലിയൊരു മാനസിക പ്രശ്നമല്ലെങ്കിൽ നമുക്കിത് മാറ്റാൻ നമ്മുടെ മുമ്പിൽ കുറെ വഴികളുണ്ട്. ഈ ഫോമയെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ജോമോ എന്നുള്ള ഒരു ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നുള്ള ഒരു രീതി നമ്മൾ ശീലിപ്പിക്കണം. അതായത് എല്ലാം അറിയണം എന്നുള്ള വാശിയെ ഒഴിവാക്കുക, അതുപോലെ തന്നെ എല്ലാം പെർഫെക്റ്റ് ആവണം എന്നുള്ള വാശി ഒഴിവാക്കുക, മറ്റുള്ള ലൈഫിനെ വെച്ച് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യുന്ന ഒരു കാര്യത്തെ നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ കയ്യിലുള്ളതിനെ നോക്കിയിട്ട് സങ്കടപ്പെടാതെ നമുക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത്, നമ്മുടെ കയ്യിൽ എന്താണോ, നമ്മുടെ കഴിവുകൾ എന്താണോ, നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിട്ട് അതിനെ നമുക്ക് കൂടുതൽ തൃപ്തിപ്പെടാൻ കഴിയണം. അതിൽ ആ ഒരു നമ്മുടെ കിട്ടിയിട്ടുള്ള കഴിവിൽ നമ്മൾ തൃപ്തിപ്പെടാൻ കഴിയുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി മറ്റുള്ളൊരാളുടെ വലിയൊരു സക്സസ് സ്റ്റോറി കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു പോസ്റ്റ് കാണുമ്പോൾ സങ്കടപ്പെടാതെ നിങ്ങൾ കണ്ണാടി നോക്കി സ്വയം പറയുക, അത് അവരുടെ ലൈഫ്, ഇത് എന്റെ ലൈഫ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്നുള്ളത് നമ്മളൊരു ലിമിറ്റ് വെച്ച് യൂസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രധാനപ്പെട്ട നമ്മൾ കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ നമ്മൾ കുറച്ചുകൊണ്ട് എന്നുള്ളത് വരാനിരിക്കുന്ന തലമുറയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം കുറവുള്ള നിങ്ങളുടെ ചങ്കിന് ഈ റീലൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളെ